കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളാന എന്ന് പറയാൻ പറ്റുന്നതാണ് PSC ബോർഡ്, അതായത് PSC അംഗങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഈ PSCക്ക് പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുമാന മാർഗ്ഗമൊന്നുമില്ല. അതിനകത്ത് ഇത്രയും PSC അംഗങ്ങളുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. കേരളത്തിൽ ഇത് നേരത്തെയും ചർച്ചയൊക്കെ ചെയ്യപ്പെട്ട വിഷയമാണെങ്കിൽ പോലും ഇതൊരു കൊയിലേഷൻ മിനിസ്ട്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഘടകകക്ഷികൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു വിഷയമാണ് ഈ PSC അംഗത്വം എന്ന് പറയുന്നത്. 4.5 ലക്ഷം രൂപ ഒരു ചെയർമാൻ ലഭിക്കുന്നുണ്ട് നമ്മൾ കാണണം. ഒരു ചെയർമാന് PSC ചെയർമാന് ലഭിക്കുന്ന പൈസ എന്ന് പറയുന്നത് 4.5 ലക്ഷം രൂപയാണ്. ഇത് എല്ലാ കാലത്തും ഈ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ കറവപ്പശുവാണ് PSC അംഗത്വം, അതുപോലെ PC ചെയർമാൻ. ഒരു ചെയർമാന് 6 വർഷമാണ് കാലാവധി, അല്ലെങ്കിൽ അംഗങ്ങൾക്കും 6 വർഷമാണ് കാലാവധി. ഈ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വരെ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ അട്രാക്ഷൻ. നമസ്കാരം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളാന എന്ന് പറയാൻ പറ്റുന്നതാണ് PSC ബോർഡ്, അതായത് PSC അംഗങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഈ PSCക്ക് പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുമാന മാർഗ്ഗമൊന്നുമില്ല. അതിനകത്ത് ഇത്രയും PSC അംഗങ്ങളുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. ഈ PSC അംഗങ്ങളായിട്ട് നിയമിതരാകുന്നവർക്ക് ഇത്രയും സാലറി കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ഇത് വളരെ സുതാര്യമായിട്ട് വേറൊരു രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും വീതം വെച്ച് കൊടുക്കുകയാണ് ഓരോ PSC അംഗങ്ങൾ എന്നുള്ളത്. അവരെ സംബന്ധിച്ചിട്ട് അവർക്കിത് ഏറ്റവും വലിയൊരു ഫണ്ട് കളക്ഷനുള്ള ഒരു സംവിധാനമാണ്. അത് കൂടാതെ തന്നെ ഇങ്ങനെ നിയമിതരാകുന്ന PSC അംഗങ്ങളെ ഉപയോഗിച്ച് പല അനധികൃത നിയമനങ്ങളും ഈ PSC മുഖേന നടത്തുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. കാരണം പലപ്പോഴും സംഭവിക്കുന്ന അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അർഹരായിട്ടുള്ള പല ഉദ്യോഗാർത്ഥികൾക്കും PSC വഴി നിയമനം ലഭിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുന്നത് PSC റാങ്ക് ലിസ്റ്റ് നവംബർ വരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. പക്ഷെ പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ PSC അംഗങ്ങൾക്ക് ഇത്രയും വലിയൊരു തുക നൽകി PSC അംഗങ്ങളെ രാഷ്ട്രീയ നിയമനം നടത്തേണ്ട ആവശ്യമുണ്ടോ? ഈ രാഷ്ട്രീയ നിയമനങ്ങൾ, PSCയുടെ രാഷ്ട്രീയ നിയമനങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് നിലപാടുകളുടെ രാജകുമാരനായിട്ടുള്ള പുതിയ കേരളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്ന ഈ ഒരു പൂക്കി മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ ഈ PSC അംഗങ്ങളുടെ അംഗബലം കുറച്ചു കൊണ്ടുവരുമോ എന്നറിയാനായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. കേരളത്തിൽ ഇത് നേരത്തെയും ചർച്ചയൊക്കെ ചെയ്യപ്പെട്ട വിഷയമാണെങ്കിൽ പോലും ഇതൊരു കൊയിലേഷൻ മിനിസ്ട്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഘടകകക്ഷികൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു വിഷയമാണ് ഈ PSC അംഗത്വം എന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. PSC അംഗത്വം തരാമെന്ന് പറഞ്ഞുകൊണ്ട് NCPയുടെ 50 ലക്ഷം മേടിച്ചെന്നും, അതുപോലെ തന്നെ INLന്റെ മന്ത്രി കുറെ പൈസ മേടിച്ചെന്ന് പറഞ്ഞാൽ അവർ തെരുവിൽ യുദ്ധം നടത്തി. ഇവർ 2 ഗ്രൂപ്പായി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തല്ലുവരെ സംഘികളുടെ എടപ്പാളോട്ടത്തിന് ശേഷം പിന്നീട് INLന്റെ എറണാകുളത്തോട്ടായിരുന്നു അതെ ഏറ്റവും വിവാദമായ. അപ്പം അങ്ങനെ പലരും ഇപ്പൊ CPMൽ തന്നെ അംഗത്വം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോടുള്ള ഒരു ഡോക്ടർക്കൊന്നും പൈസ മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു യുവനേതാവിനെതിരെ വലിയ അഴിമതി ആരോപണം ഉണ്ടായി. അന്ന് 25 ലക്ഷം രൂപ മേടിച്ചു എന്നായിരുന്നു അഴിമതി ആരോപണം. അദ്ദേഹത്തിന് പിന്നെ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കുന്നത്. ഇത് എല്ലാ കാലത്തും ഈ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ കറവപ്പശുവാണ് PSC അംഗത്വം, അതുപോലെ PC ചെയർമാൻ. കഴിഞ്ഞ 2025 ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് മന്ത്രിസഭാ യോഗം ചേർന്ന് സ്പെഷ്യലായിട്ട് മന്ത്രിസഭാ യോഗം ചേർന്ന് PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും വേതന നിരക്കുകൾ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ നിലവിൽ എല്ലാ ഭത്തിയും യാത്രാഭത്തി അടക്കം അവർക്ക് ഒരു മാസം 4.5 ലക്ഷം രൂപ ഒരു ചെയർമാൻ ലഭിക്കുന്നുണ്ട് നമ്മൾ കാണണം. ഒരു ചെയർമാന് PSC ചെയർമാന് ലഭിക്കുന്ന പൈസ എന്ന് പറയുന്നത് 4.5 ലക്ഷം രൂപയാണ്. പിന്നെ അംഗങ്ങൾക്ക് ലഭിക്കുന്ന അംഗങ്ങൾക്ക് ലഭിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3,75,000 രൂപ അംഗങ്ങൾക്ക് കിട്ടും. ഒരു ചെയർമാന് 6 വർഷമാണ് കാലാവധി, അല്ലെങ്കിൽ അംഗങ്ങൾക്കും 6 വർഷമാണ് കാലാവധി. ഈ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വരെ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ അട്രാക്ഷൻ. മറ്റൊരു ജോലിക്ക് ഈ 6 മാസം ജോലി ചെയ്താൽ ഇത്രയും പെൻഷൻ ലഭിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ചോദിക്കുന്ന പൈസ കൊടുത്ത് ഈ പലരും ഈ അംഗത്വം മേടിച്ചെടുക്കുന്നത്. അപ്പം 6 വർഷക്കാലം PSC അംഗമായിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് യാതൊരു പണിയില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടത്. തിങ്കളാഴ്ച ദിവസം ബോർഡ് യോഗം, പിറ്റേ ദിവസം ഫയൽ നോക്കൽ, പിന്നെ സംഭവിക്കുന്ന എന്താണ്, നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇത് വളരെ സീരിയസ് ആയി പഠിച്ചൊരു സമയത്ത് എനിക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത് കഴിഞ്ഞ 15 വർഷത്തിനിടയിലായിട്ട് PSCയുടെ നിയമനങ്ങൾ വളരെ കുറഞ്ഞു വരികയും അത് വളരെ കുറച്ചായി. PSC പല ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യാതെ വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും
PSC നിയമനങ്ങൾ കുറച്ച് താൽക്കാലിക നിയമനങ്ങൾക്ക് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവന്നത്. അപ്പം ഇങ്ങനെ PSC നിയമനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് PSC അംഗത്വം എത്ര PSC അംഗങ്ങളാണ് ഉള്ളതെന്നറിയാം. നമുക്ക് 20 PSC അംഗങ്ങളുണ്ട്, ചെയർമാൻ അടക്കം. പിന്നെ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പോസ്റ്റും കൂടി 21 ആൾക്കാർ ഇരുന്നിട്ടാണ് ഈ നിയമനങ്ങൾ. ഈ അംഗങ്ങൾക്ക് വേറെ പേഴ്സണൽ സ്റ്റാഫിനെ കൊടുക്കുന്നുണ്ടോ? അല്ല, ചെയർമാൻ പിന്നെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്, കാറുണ്ട്, അതുപോലെ തന്നെ അവർക്ക് പിന്നെ ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്. മാത്രമല്ല കഴിഞ്ഞ ഈ ഇപ്പം നടക്കുന്ന ബൈജു അല്ല, അതിന് മുന്നേ ഉള്ള അഡ്വക്കേറ്റ്, അയാളുടെ പേര് ഞാൻ പറഞ്ഞു, അദ്ദേഹം PSC ചെയർമാൻ ആയിരുന്ന സമയത്ത് അദ്ദേഹം സർക്കാരിനോട് പറഞ്ഞു, എനിക്ക് മാത്രം ഈ യാത്രാ ഭത്ത പോരാ, എൻ്റെ ഭാര്യയ്ക്ക് കൂടി യാത്ര ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ ഇത് വളരെ വിചിത്രമായ വെള്ളാനയായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജില്ലാ ജഡ്ജി കൊടുക്കുന്ന ശമ്പളമാണ് ഒരു PSC ചെയർമാന് കൊടുക്കുന്നത് നമ്മൾ അറിയണം. പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും ആവശ്യവുമില്ല. മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പം തമിഴ്നാട്ടിൽ നമ്മളെ കാണാൻ 4 ഇരട്ടി ഉദ്യോഗാർത്ഥികളുടെ അത്രയും നിയമനങ്ങളൊക്കെ നടക്കുന്നതാണ്. പക്ഷെ അവിടുത്തെ അംഗസംഖ്യ 14 പേരേ ഉള്ളൂ. അത് മാത്രമല്ല, രാഷ്ട്രീയ നിയമനങ്ങളില്ല അവിടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയും അതാത് രംഗത്തുള്ള ആളുകളെയാണ് PSC അംഗങ്ങളായി നിയമിക്കുന്നത്, ചെയർമാനായിട്ട് നിയമിക്കുന്നതൊക്കെ. കർണാടകത്തിൽ അത് 13 പേരേ ഉള്ളൂ. UPSCക്ക് അത് 9 പേരേ ഉള്ളൂ. UPSC ആണല്ലോ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എക്സാം നടത്തുന്നതും നിയമനം നടത്തുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ എന്തിനാണ് കേരളത്തിൽ ഇത്രയേറെ പൈസ കൊടുത്ത് ഇത്തരത്തിലുള്ള ആളുകളെ നിയമിക്കുന്നത് ചോദിച്ചാൽ അതിലൊറ്റ ഉത്തരമേ ഉള്ളൂ, ഘടകകക്ഷികൾക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വലിയ രീതിയിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു വെള്ളാനയാണിത് എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ വി.ഡി. സതീശൻ എല്ലാ രംഗങ്ങളിലും വലിയ തിരുത്തലുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിലും അദ്ദേഹം വളരെ സീരിയസ് ആയി തന്നെ ഇടപെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും പൈസ കൊടുത്ത് ഇങ്ങനെയുള്ള PSC ചെയർമാന്മാരെയും അതുപോലെ PSC അംഗങ്ങളെയും വെക്കേണ്ടതുണ്ടോ എന്നുള്ളത് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം. കാരണം ഈ നിയമനങ്ങളൊന്നും ആരും അറിയാതെ നടക്കുന്നതാണ്. ഇത് കൊട്ടേഷൻ വിളിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ല, വളരെ രഹസ്യമായി നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഒന്ന്, PSC അംഗങ്ങളായി നിയമിക്കപ്പെടുന്നവരുടെ യോഗ്യത എന്താണ് എന്നുള്ളത് കൃത്യമായി പൊതുജനത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട്. രണ്ടാമത്, എന്തിനാണ് ഇവർക്ക് ഇത്രയും കാശ് കൊടുക്കുന്നത് എന്നുള്ളതും ജനങ്ങളോട് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം നിയമനങ്ങൾ തീർത്തും ഒഴിവാക്കിക്കൊണ്ട് നേരത്തെ വളരെ ചെറിയ പൈസ ഉണ്ടായി, ഇത് ഘട്ടം ഘട്ടമായി കൂട്ടിക്കൂട്ടിയാണ് ഇപ്പം ഈ 4.5 ലക്ഷത്തിൽ എത്തിയിരിക്കുന്നത് നമ്മൾ കാണണം. അല്ല, നമ്മളുടെ സർക്കാർ സംവിധാനത്തിൽ ഈ വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഒരു എനർജറ്റിക് ആണെങ്കിൽ മാത്രമേ ആ സർക്കാർ നല്ല രീതിയിൽ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഈ രാഷ്ട്രീയ നിയമനങ്ങൾ PSC അംഗങ്ങളിൽ നടത്തുന്ന സമയത്ത് ഇവർ നിയമിക്കുന്ന മറ്റ് ഈ സിസ്റ്റത്തിൽ നിയമിക്കുന്ന മറ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് പിയൂൺ തുടങ്ങി അങ്ങ് വലിപ്പത്തിലുള്ള ആളുകളെ വരെ നിയമിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ചായ്വുകൾ ഉണ്ടാവും, അത് പക്ഷപാതം ഉണ്ടാവും. തീർച്ചയായും. അല്ലെങ്കിൽ എൻ്റെ ആളുടെ ഒന്ന് കൺസിഡർ ചെയ്യണേ എന്ന് ലോക്കൽ നേതാവ് തുടങ്ങി സംസ്ഥാന നേതാവ് വരെ വിളിച്ചു പറയുന്നൊരു അവസ്ഥയുണ്ടാവും. അത് കൂടാതെ തന്നെ ഇതിലൂടെ വലിയൊരു പണസമ്പാദനം നടക്കുന്നുണ്ട്. പിൻവാതിൽ നിയമനം ഒരുപാട്. കാരണം ഈ ഗവൺമെന്റ് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും പത്രത്തിൽ വാർത്ത കേൾക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട വകുപ്പ്, നമുക്ക് ആ വകുപ്പിനെ കുറിച്ച് വളരെ ബ്രേക്കിംഗ് ആയിട്ട് പറയാനുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല, MLA അല്ല, അദ്ദേഹത്തിന്റെ ഒരു ആൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗം നൽകാമെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണത്. അതൊക്കെ വലിയ വിവാദങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ PSC മെമ്പർമാരെ നിയമിക്കുന്നത് രാഷ്ട്രീയമായിട്ടാകാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനികളെ ഒരു കാരണവശാലും PSC അംഗങ്ങളായിട്ട് നിയമിക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് IAS ഉദ്യോഗസ്ഥരായിരിക്കണം PSC ചെയർമാനായിട്ട് വരേണ്ടത്. അത് കൂടാതെ തന്നെ ഒരു അഡ്വൈസറി ബോർഡൊക്കെ ആവാം. ഇത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ഒരു വിസിറ്റിന് എന്തെങ്കിലുമൊക്കെ സിറ്റിംഗ് ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് പല സംവിധാനങ്ങളും നടന്നു പോകുന്നത്. അപ്പം ഈ PSC മെമ്പർമാർക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? പിന്നെ യാതൊരു തരത്തിലും വരുമാനം ഉണ്ടാകുന്ന ഒരു ബോർഡല്ല ഇത്, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. പിന്നെ മാത്രമല്ല, വലിയ വാരിച്ച ഉത്തരവാദിത്തങ്ങളും ഉള്ള എന്നുള്ളതാണ്. കേരളത്തിലെ PSC ജോലി കിട്ടി പോകുന്ന എത്ര പേരുണ്ട് എന്നൊക്കെ എംപ്ലോയ്മെന്റ് ഇത് വളരെ സുതാര്യമായി നടന്നു പോകേണ്ട ഒരു കേസാണ്. അത് സുതാര്യമല്ലാതാവുന്നത് ഇത്തരത്തിൽ ഈ സ്റ്റാഫിന്റെ ട്രെയിനിങ്, ഈ നിയമിതരാകുന്ന ഉദ്യോഗാർത്ഥികളുടെ ട്രെയിനിങ് PSC നടത്തുന്നു? ഇല്ല. PSCക്ക് ആകെയുള്ള ഒരു ചുമതല എന്ന് പറയുന്നത് ഒഴിവുകൾ റിപ്പോർട്ട്, അതാത് വകുപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലേക്ക് എക്സാം നടത്തി അവരുടെ ഇന്റർവ്യൂ നടത്തി എലിജിബിൾ ആയ ആളുകളെ ഇന്നയാളെ ഇന്ന പോസ്റ്റിലേക്ക് നിയമിക്കാം എന്ന് പറഞ്ഞ് ശുപാർശ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. PSCയുടെ കീഴിലേക്ക് എനിക്ക് തോന്നുന്നു ഈ സ്റ്റാഫിന്റെ ട്രെയിനിങ്ങും കൂടെ കൊണ്ടുവരേണ്ടത്. പല ഓഫീസുകളിലും സ്റ്റാഫ് എത്തുന്ന സമയത്ത്, അതായത് പുതുതായിട്ട് ഒരാൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന സീനിയർ ആയിട്ടുള്ള ആളുകളാണ് അവരെ പരിശീലിപ്പിക്കുന്നത്. ട്രെയിൻ ചെയ്യുന്നത്. ആ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ 6
മാസം 1 വർഷമൊക്കെ പോകുന്ന കാഴ്ച നമുക്കുണ്ട്. അല്ല, ഒരിക്കലും ഇപ്പൊ നന്നാത്തവരുണ്ട്. അല്ല ഇപ്പൊ അത് ശരിയാ, സത്യം. അതായത് ഇപ്പൊ പല ബാങ്കുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ബാങ്കുകളെ സംബന്ധിച്ച് ബാങ്ക് ആദ്യം സ്റ്റാഫിനെ എടുത്തു ബാങ്കിന് കഴിഞ്ഞാൽ ട്രെയിനിങ് സെന്റർ കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് ഇപ്പൊ ഈ സഹകരണ ബാങ്കുകൾക്ക് വരെ അങ്ങനെ ട്രെയിനിങ് ട്രെയിനിങ് സെന്റർ ഉണ്ട്. അപ്പൊ എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗത്തിലേക്ക് വരുന്ന ആളുകൾക്ക് PSCയുടെ അണ്ടറിൽ തന്നെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. PSC എന്ന് പറയുന്നത് ഇപ്പൊ രൂപീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എക്സാം നടത്തുക, അവരുടെ മൂല്യനിർണ്ണയം നടത്തുക, അവരെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ നടത്തുക, എലിജിബിലിറ്റി ഉണ്ടോ എന്നത് നോക്കുക, വെറും ടെസ്റ്റ് മാത്രം നടത്തിയല്ല, എല്ലാ ആളുടെ അഭിമുഖങ്ങൾ നടത്തുക, ഇത്തരം പരിപാടികൾ മാത്രമാണ് അവർ ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഇത്രയും വലിയ പണം മുടക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. എത്ര കോടികളാണ് ഒരു വർഷം മുടക്കുന്നത് PSC. മാത്രമല്ല ഇതിലെ ഏറ്റവും നമ്മൾ നോട്ടബിൾ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ 6 വർഷക്കാലം PSC അംഗത്വവും ചെയർമാനൊക്കെ ആയിരുന്ന ആളുകൾ പിന്നീട് ജീവിതാവസാനം വരെ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതാണ്. അവർക്കൊക്കെ എത്രമാത്രം പെൻഷൻ കൊടുക്കണം സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ മൊത്തം വരുമാനങ്ങൾ കുറയുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത്തരം വെള്ളാനകളെ ആളുകൾ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരാനും ഇത്തരം വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനൊന്നും ആരും തയ്യാറാവാറില്ല. കാരണം അത് പ്രതിപക്ഷത്തിരിക്കുന്നവരും ഭരണകക്ഷിയിരിക്കുന്നവരും തമ്മിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളാണ് നമ്മൾ കാണണം. കാരണം ഇതെന്താണ്, ഒരു ടീം കഴിയുമ്പോൾ മറ്റൊരു ടീമിന് ഇത് കിട്ടുവാണ്. അപ്പോൾ ആരും ഇത് വേണ്ട എന്ന് വെക്കില്ല. ഇപ്പൊ MLA-മാരുടെ ശമ്പളം കൂട്ടാൻ തീരുമാനിച്ചാൽ ആരെങ്കിലും വേണ്ട എന്ന് പറയോ? പറയില്ല. മന്ത്രിമാരുടെ ശമ്പളം കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചാൽ ആരും വേണ്ടെന്ന് പറയില്ല. അത് പ്രതിപക്ഷ കക്ഷി അതിനെ എതിർക്കില്ല, ഭരണകക്ഷി എതിർക്കില്ല എന്നുള്ളതാണ്. അപ്പം ഈ വിഷയം കഴിഞ്ഞ തവണ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായ എതിർപ്പുമായി പൊതു പ്രസ്താവന നടത്തിയ ഒരു നേതാവ് എന്ന് പറയുന്നത് ആരാണ്? കെ മുരളീധരനാണ്. മുരളീധരനാണ് ഈ PSC അംഗങ്ങൾക്കും ചെയർമാനും ലക്ഷങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം എന്ന് പറയുകയും അതിനെതിരെ ശബ്ദമുയർത്തിയ നേതാവ്. അദ്ദേഹം ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ അംഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം, അത് പെടണം എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ അദ്ദേഹം കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കണം. അതുപോലെ തന്നെ മുഖ്യമന്ത്രി VD സതീശനും നിരവധിയായ വിഷയങ്ങൾ പരിഹരിച്ചു പോവുകയാണ്. ഇപ്പം കഴിഞ്ഞ സർക്കാരുകൾ ഉണ്ടാക്കി വയ്ക്കുന്ന പലതരത്തിലുള്ള ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വലിയ ശ്രദ്ധ ഊന്നുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ PSCയിലെ ഇത്തരത്തിലുള്ള വൻ തട്ടിപ്പുകൾ, നമ്മുടെ ഖജനാവിൽ നിന്നും കോടികൾ ചോരുന്ന ഈ പരിപാടി, ഈ കള്ളപ്പരിപാടി അവസാനിപ്പിക്കണം. ഇതിൽ കോൺഗ്രസ് നേതൃത്വം ഇടപെടണം, UDF നേതൃത്വം ഇടപെടണം. മുഖ്യമന്ത്രി വളരെ ശ്രദ്ധയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.